Hello all. Today let's discuss about the topic vitamins. Vitamins എന്താണ്? വിറ്റമിൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. വിറ്റമിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് അതൊരു ഓർഗാനിക് കോമ്പൗണ്ടാണ്. ഒരു ഓർഗാനിസത്തിന് ട്രേസ് എമൗണ്ടിൽ റിക്വയർഡ് ആയിട്ടുള്ള ഒരു ഓർഗാനിക് കോമ്പൗണ്ടാണ് വിറ്റമിൻസ് എന്ന് പറയുന്നത്. ഈ ഒരു വിറ്റമിൻസ് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സെല്ലുലാർ ഫങ്ഷൻസും പെർഫോം ചെയ്യുന്നുണ്ട്. ഓർഗാനിസത്തിൽ ട്രേസ് എമൗണ്ടിൽ റിക്വയർഡ് ആണ്, അതുപോലെ തന്നെ ഒരു സ്പെസിഫിക് സെല്ലുലാർ ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ വിറ്റമിൻ എന്ന് പറയുന്നത്. ഈ വിറ്റമിൻസ് എന്ന് പറയുന്നത് ഒരുവിധം എല്ലാ ലൈഫ് ഫോംസിലും ഒരേ റോളുകളാണ് ചെയ്യുന്നത്. ഒരു വിറ്റമിൻസ് എല്ലാ ലൈഫ് ഫോംസിലും എല്ലാ തരത്തിലുള്ള ജീവികളിലും ഒരേപോലെയുള്ള റോളുകളാണ് ചെയ്യുന്നത്. പക്ഷേ എവല്യൂഷൻ നമ്മളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഹയ്യർ ആയിട്ടുള്ള ഓർഗാനിസംസ് അല്ലെങ്കിൽ കുറച്ചുകൂടി ഹയ്യർ എനിമൽസിൽ ഈ ഒരു വിറ്റമിൻസിനെ സിന്തസൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പം നമ്മളെപ്പോലുള്ള ഹ്യൂമൻ ബീങ്സ് പോലുള്ള കോംപ്ലക്സ് ഓർഗാനിസത്തിന് എവല്യൂഷൻ പരമായിട്ട് നോക്കുമ്പോൾ നമുക്ക് വിറ്റമിൻസ് ബോഡിയിൽ ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. പകരം നമ്മൾ എന്ത് ചെയ്യണം? വിറ്റമിൻസ് കിട്ടാനായിട്ട് വിറ്റമിൻസ് അടങ്ങിയിട്ടുള്ള സപ്ലിമെൻറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ഡയറ്റിലൂടെ നമുക്ക് കിട്ടണം. നമ്മളതിനെ സപ്ലൈ ചെയ്യേണ്ടത് നമ്മുടെ ഡയറ്റിലൂടെയാണ്. വിറ്റമിൻസ് എന്ന് പറയുന്നത് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ബേസ്ഡ് ഓൺ ദെയർ സൊല്യൂബിലിറ്റി ആൻഡ് ദെയർ ഫങ്ഷൻസ് ഇൻ മെറ്റബോളിസം. മെറ്റബോളിസത്തിലുള്ള അവരുടെ ഫങ്ഷനും സൊല്യൂബിലിറ്റിയുടെ ബേസിസിൽ നമുക്ക് വിറ്റമിൻസിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഒരുവിധം നമ്മൾ നോക്കുമ്പോൾ എല്ലാ ഓർഗാനിസത്തിനും വിറ്റമിൻസിൻ്റെ റിക്വയർമെൻറ്റ്സ് ഒരുപോലെ ആയിരിക്കണമെന്നില്ല. അപ്പം അതായത് ചില ഓർഗാനിസത്തിന് ചില വിറ്റാമിൻസ് ഇല്ലാതെയും നമുക്ക് ജീവിക്കാനായിട്ട് പറ്റും. അവരുടെ റിക്വയർമെൻറ്റ്സ് വ്യത്യാസം ഉണ്ടായിരിക്കും. ക്ലാസിഫിക്കേഷൻ പറയുമ്പോൾ മെയിനായിട്ട് വിറ്റമിൻസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് വാട്ടർ സൊലബിൾ വിറ്റമിൻസ് ആൻഡ് ഫാറ്റ് സൊലബിൾ വിറ്റമിൻസ് ആയിട്ടാണ്. വാട്ടറിൽ സൊലബിൾ ആവുന്ന വിറ്റമിൻസും അതുപോലെ തന്നെ ഫാറ്റിൽ സൊലബിൾ ആവുന്ന വിറ്റമിൻസും. അപ്പം അതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ വാട്ടർ സൊലബിൾ വിറ്റാമിൻസ് ആണ്. വാട്ടറിൽ സൊലബിൾ ആവുന്ന വിറ്റമിൻസ് 9 എണ്ണമാണ് പറയുന്നത്. തൈമിൻ, റൈബോഫ്ലാവിൻ, നിയാസിൻ, ബയോട്ടിൻ, പെൻഡോത്തിനിക് ആസിഡ്, ഫോളിക് ആസിഡ്, കൊബാലമീൻ, പിറിഡോക്സിൻ ആൻഡ് അസ്കോർബിക് ആസിഡ്. ഇതൊക്കെ ഇവരുടെ കെമിക്കൽ നെയിമുകളാണ്. 9 വിറ്റമിൻസ് ആർ ക്ലാസിഫൈഡ് ആസ് വാട്ടർ സൊല്യൂബിൾ. വെറസ് 4 വിറ്റമിൻസ്, വേറെ 4 വിറ്റമിൻസും കൂടിയുണ്ട്. അതിന് നമ്മൾ ഫാറ്റ് സൊല്യൂബിൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. വിറ്റമിൻസ് എ, ഡി, ഇ, കെ. വിറ്റമിൻ എ, വിറ്റമിൻ ഇ, വിറ്റമിൻ ഡി, വിറ്റമിൻ കെ. വിറ്റമിൻ എ, ഡി, ഇ, കെ എന്ന് പറയുന്നത് ഫാറ്റ് സൊല്യൂബിൾ വിറ്റമിൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇതിൽ വിറ്റമിൻ സി ഒഴികെ ബാക്കി എല്ലാ വാട്ടർ സൊല്യൂബിൾ വിറ്റാമിൻസും കോ എൻസൈംസിൻ്റെ പ്രിക്കേഴ്സേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതായത് കോ എൻസൈംസ് സിന്തസൈസ് ചെയ്യാനുള്ള സബ്സ്റ്റൻസ് ആയിട്ട്, അവരെ ഉണ്ടാക്കാനുള്ള സബ്സ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, പ്രിക്കേഴ്സേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് വിറ്റമിൻ സി ഒഴികെയുള്ള ബാക്കിയെല്ലാം വാട്ടർ സൊല്യൂബിൾ വിറ്റമിൻസും. ഓക്കെ, നമുക്ക് ആദ്യം ഫാറ്റ് സൊല്യൂബിൾ വിറ്റമിൻസ് എന്താണെന്ന് പഠിക്കാം. ഫാറ്റ് സൊല്യൂബിൾ വിറ്റമിൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവർ ഓയിലി സബ്സ്റ്റൻസ് ആണ്. ഇവർ വാട്ടറിൽ റെഡിലി സൊല്യൂബിൾ അല്ല. അതുപോലെ തന്നെ ഇവരുടെ ബയോകെമിക്കൽ ഫങ്ഷൻസ് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. എങ്കിൽ പോലും ഒരുപാട് ഫങ്ഷൻസ് ഇവർ ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ഇവർ ഓയിലി സബ്സ്റ്റൻസ് ആണ്. ഇവരുടെ കെമിക്കൽ കോമ്പോസിഷൻ എടുത്ത് നോക്കുമ്പോൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ഇതൊക്കെയാണ് മെയിനായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നത്. എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. വിറ്റമിൻ എ, വിറ്റമിൻ ഡി, വിറ്റമിൻ ഇ ആൻഡ് വിറ്റമിൻ കെ ആണ് ഫാറ്റ് സൊല്യൂബിൾ വിറ്റമിൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഈ 4 ഫാറ്റ് സൊല്യൂബിൾ വിറ്റമിൻസിനെ നമ്മൾ ലിപ്പിഡ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ ഇവർ ഫോം ചെയ്തിട്ടുള്ളത് ഐസോപ്രിനോയിഡ് കോമ്പൗണ്ട്സ് ആണ് ഇവർ. അതായത് ഇവർ ഐസോപ്രിൻ യൂണിറ്റുകൾ വെച്ച് കണ്ടൻസേഷൻ നടത്തിയിട്ടാണ് ഫോം ചെയ്തിട്ടുള്ളത്. ഐസോപ്രിൻ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മൊളിക്യൂളാണ്. C5H8 ആണ് അവരുടെ കെമിക്കൽ ഫോമുല പറയുന്നത്. ഇവരുടെ ഈ ഐസോപ്രിൻ യൂണിറ്റുകൾ, മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഐസോപ്രിൻ യൂണിറ്റുകൾ കണ്ടൻസേഷൻ നടത്തിക്കൊണ്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഐസോപ്രിൻ കോമ്പൗണ്ട്സ് ആയിട്ടുള്ള ഈ വിറ്റമിൻസ് ഒക്കെ ഫോം ചെയ്തിട്ടുള്ളത്. ഫാറ്റ് സൊല്യൂബിൾ വിറ്റമിൻസ് എല്ലാം കോഎൻസൈം ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഫാറ്റ് സൊല്യൂബിൾ വിറ്റമിൻസിൽ, വാട്ടർ സൊല്യൂബിൾ വിറ്റമിൻസ് എല്ലാം എന്താണ് കോഎൻസൈം ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഫാറ്റ് സൊല്യൂബിൾ വിറ്റമിൻസിൽ വിറ്റമിൻ കെ മാത്രമാണ് കോഎൻസൈം ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇവർ നമ്മൾ അബ്സോർബ് ചെയ്യുന്നത്, റിലീസ് ചെയ്യുന്നത്, ട്രാൻസ്പോർട്ട് ചെയ്യുന്നതൊക്കെ ഫാറ്റിൻ്റെ കൂട്ടത്തിലാണ്. ഈ വിറ്റമിൻസിനെ ഫാറ്റിൻ്റെ കൂട്ടത്തിലാണ്, ഡയറ്റിലെ ഫാറ്റിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ ഫാറ്റ് സൊല്യൂബിൾ വിറ്റമിൻസിനെ റിലീസ് ചെയ്യുന്നു, അബ്സോർബ് ചെയ്യുന്നു, ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നു. ഓക്കെ, നമുക്കിനി ഓരോന്നും പഠിക്കാം. ഫാറ്റ് സൊല്യൂബിൾ വിറ്റമിനിൽ ആദ്യം വരുന്നതാണ് വിറ്റമിൻ എ അല്ലെങ്കിൽ റെറ്റിനോൾ എന്ന് പറയുന്നത്. വിറ്റമിൻ എ അല്ലെങ്കിൽ റെറ്റിനോൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാറ്റ് സൊല്യൂബിൾ വിറ്റമിൻ ആണ്. മെയിനായിട്ട്
വിറ്റമിൻ എ എന്ന് പറയുന്നത് കണ്ണിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് വിഷനാണ് ഇവരുടെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. എസ്പെഷ്യലി ഇൻ ലോ ലൈറ്റിലുള്ള വിഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ് വിറ്റമിൻ എ എന്ന് പറയുന്നത്. അതായത് അധികം വെളിച്ചമില്ലാത്ത സമയത്ത് ലോ ലൈറ്റിൽ നമ്മുടെ വിഷന് കാരണമാവുന്ന ഒരു പിഗ്മെൻറ്റിനെ പേരാണ്, അല്ലെങ്കിൽ നമ്മുടെ ഐയിലുള്ള ഒരു മോളിക്യൂളിൻ്റെ പേരാണ് റൊഡോപ്സിൻ എന്ന് പറയുന്നത്. റൊഡോപ്സിൻ എന്ന് പറയുന്നത് സിന്തസൈസ് ചെയ്യുന്നത് വിറ്റമിൻ എ വെച്ചിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്, റൊഡോപ്സിൻ എന്നുള്ള സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവർ ലൈറ്റിനെ ഡിറ്റക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ നൈറ്റ് വിഷനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു റൊഡോപ്സിൻ ഫോം ചെയ്യുന്നത് വിറ്റമിൻ എ വെച്ചിട്ടാണ്. രണ്ടാമത്തെ ഫംഗ്ഷനാണ് ഇമ്മ്യൂൺ ഫങ്ഷൻസ്. അതായത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഫങ്ഷൻ ചെയ്യുന്നതിന്, ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വിറ്റമിൻ എ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത് ഫോം ചെയ്തിട്ടുള്ളത് WBCs വെച്ചിട്ടാണ്, അതായത് വൈറ്റ് ബ്ലഡ് സെൽസ് വെച്ചിട്ടാണ്. ഈ വൈറ്റ് ബ്ലഡ് സെൽസിൻ്റെ പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വിറ്റമിനാണ് വിറ്റമിൻ എ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഫൈറ്റ് ചെയ്യാനായിട്ട് വിറ്റമിൻ എ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓർഗൻസിൻ്റെയൊക്കെ ലൈനിങ്, സ്കിന്നൊക്കെ ഹെൽത്തി ആയിട്ട് വയ്ക്കാനായിട്ട് വിറ്റമിൻ എ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിനും ഈ ഒരു വിറ്റമിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ബോഡി ഫങ്ഷൻസ്, ബോഡിയുടെ ഡെവലപ്മെൻറ്റിന്, സ്കിന്ന്, അതുപോലെ തന്നെ ബോൺസ്, റീപ്രൊഡക്റ്റീവ് ഓർഗൻസിൻ്റെയൊക്കെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നു. ഹെൽത്തി സ്കിന്നാണ് വേറൊരു ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കുറേ സ്കിൻ ഡിസീസൊക്കെ ട്രീറ്റ് ചെയ്യാനായിട്ട് വിറ്റമിൻ എ, റെറ്റിനോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓയിൻമെൻറ്റുകളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എന്തെങ്കിലും ആക്നീസ് ഒക്കെ ഉണ്ടെങ്കിൽ ആക്നി ട്രീറ്റ്മെൻറ്റിനൊക്കെ നമുക്ക് സ്കിൻ കെയർ പ്രൊഡക്റ്റുകളിലൊക്കെ വിറ്റമിൻ എ ഉപയോഗിക്കാറുണ്ട്. സ്മൂത്തായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള സ്കിൻ കിട്ടാനായിട്ട് വിറ്റമിൻ എ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കൂടുതലായിട്ട് കഴിക്കണമെന്ന് പറയും. ഇതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് മെയിനായിട്ട് അതുപോലെ ലിവർ, ഫിഷ്, ഡയറി പ്രൊഡക്റ്റ് ആൻഡ് കളർഫുൾ വെജിറ്റബിൾസ് ലൈക്ക് ക്യാരറ്റ് ആൻഡ് സ്പിനച്ച്. ലിവർ, ഫിഷ്, ഡയറി പ്രൊഡക്റ്റ് ലൈക്ക് മിൽക്ക് പ്രൊഡക്റ്റുകൾ, കളർഫുൾ ആയിട്ടുള്ള വെജിറ്റബിൾസ്, ക്യാരറ്റ്, സ്പിനച്ച് ഒക്കെയാണ് ഇതിൻ്റെ സോഴ്സായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇനി വിറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ്? അതിന് എക്സാമ്പിൾസ് ആണ് നൈറ്റ് ബ്ലൈൻഡ്നെസ്, സിറോഫ്താൽമിയ ആൻഡ് ചൈൽഡ്ഹുഡ് ബ്ലൈൻഡ്നെസ്, ഡ്രൈ സ്കിൻ ആൻഡ് വീക്ക് ഇമ്മ്യൂൺ സിസ്റ്റം. അതായത് കണ്ണിനെയാണ് മെയിനായിട്ട് എഫക്റ്റ് ചെയ്യുന്നത്. നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് റെഡോപ്സിൻ മെയിനായിട്ട് ഫങ്ഷൻ ചെയ്യാതെ വരുമ്പോൾ ഉണ്ടാവുന്നതാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. വിറ്റമിൻ എ ഇല്ലെങ്കിൽ റെഡോപ്സിൻ ഫോർമേഷൻ നടക്കില്ല, നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാവും. സിറോഫ്താൽമിയ എന്ന് പറയുന്നത് വേറെ കണ്ണിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. ചൈൽഡ്ഹുഡ് ബ്ലൈൻഡ്നെസ് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ എന്തുണ്ട്, ഡ്രൈ സ്കിന്നിന് ഫോം ചെയ്യുന്നിട്ടുണ്ട്. വീക്കായിട്ടുള്ള ഇമ്മ്യൂൺ സിസ്റ്റംസ് ഉണ്ടാവും. വൈൽ ടൂ മച്ച് വിറ്റമിൻ, അതായത് വിറ്റമിൻ എയുടെ ടോക്സിസിറ്റി കൂടുകയാണെന്നുണ്ടെങ്കിൽ ലിവർ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസസും കൂടുതലാണ്. അതുപോലെ തന്നെ ഹെഡ് ഏക്കും, അതായത് വിറ്റമിൻ എ കുറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ് ബ്ലൈൻഡ്നെസ്സും സിറോഫ്താൽമിയ, ചൈൽഡ്ഹുഡ് ബ്ലൈൻഡ്നെസ് ഒക്കെ ഉണ്ടാവുന്നു. എന്നാൽ വിറ്റമിൻ എ എന്ന് പറയുന്നത് കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്നതാണ് ലിവർ പ്രോബ്ലംസും ഹെഡ് ഏക്കും, ടോക്സിസിറ്റി കാരണം ഉണ്ടാവുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ വിറ്റമിൻ എയിൽ പറഞ്ഞത്. മെയിൻ സോഴ്സസുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. വിറ്റമിൻ എ കിട്ടുന്നത് എവിടെ നിന്നൊക്കെയാണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫിഷ്, ലിവർ, ഡയറി പ്രൊഡക്റ്റ്, അങ്ങനെയുള്ള കളർഫുൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് എന്നൊക്കെ കിട്ടുന്നു. മെയിനായിട്ട് കണ്ണിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. നൈറ്റ് ബ്ലൈൻഡ്നെസ്, സിറോഫ്താൽമിയ പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവുന്നു. ഇനി പറയുന്നതാണ് വിറ്റമിൻ ഡി എന്ന് പറയുന്നത്. വിറ്റമിൻ ഡി എന്ന് പറയുന്നതിൻ്റെ വേറൊരു പേരാണ് കൊളേ കാൽസിഫെറം അല്ലെങ്കിൽ കാൽസിയോൾ എന്ന് പറയുന്നത്. കൊളേ കാൽസിഫെറോൾ ഓർ കാൽസിയോൾ. ബോണിൻ്റെ ഹെൽത്തിനും കാൽഷ്യം ബാലൻസിനാണ് വിറ്റമിൻ ഡി മെയിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് ബോൺ ഹെൽത്ത് എന്ന് പറയുന്നത് വിറ്റമിൻ ഡിയുടെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് കാൽഷ്യത്തിന് ഫുഡിൽ നിന്നും എബ്സോർബ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നും കാൽഷ്യത്തിന് എബ്സോർബ് ചെയ്യുന്ന വിറ്റമിനാണ് വിറ്റമിൻ ഡി എന്ന് പറയുന്നത്. കാൽഷ്യമാണ് നമ്മുടെ ബോണിനും ടീത്തിനൊക്കെ സ്ട്രെങ്ത്ത് കൊടുക്കുന്നത്. കാൽഷ്യം ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ബോൺസൊക്കെ വീക്കായിട്ട് പോവും, ടീത്തിൻ്റെയൊക്കെ സ്ട്രെങ്ത്ത് കുറയും. അപ്പം അതുകൊണ്ട് തന്നെ കാൽഷ്യം എബ്സോർപ്ഷൻ നടക്കാനായിട്ട് വിറ്റമിൻ ഡി വേണം. വിറ്റമിൻ ഡി ഇല്ലയെന്നുണ്ടെങ്കിൽ കാൽഷ്യത്തിൻ്റെ എബ്സോർപ്ഷൻ ഫുഡും നടക്കില്ല. സോ വീക്ക് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ബോൺസ് ആയിരിക്കും. അപ്പം ഇതെന്ന് പറയുന്നത് ഈ ഒരു കണ്ടീഷൻ ചിൽഡ്രനിൽ ഉണ്ടാവുമ്പോൾ പറയുന്നതാണ് റിക്കറ്റ്. ആൻഡ് അഡൾട്ടിലാണെന്നുണ്ടെങ്കിൽ ഓസ്റ്റിയോമാൽഷ്യ എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് വരുന്നു. അപ്പോൾ അതാണ് ബോൺ ഹെൽത്തിനുള്ള ഇമ്പോർട്ടൻസ്. കാൽഷ്യം ആൻഡ് ഫോസ്ഫറസ് ബാലൻസിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാൽഷ്യം എങ്ങനെയാണ് ബാലൻസ് ചെയ്യാമെന്ന് പറഞ്ഞു, കാൽഷ്യം അബ്സോർബ് ചെയ്തുകൊണ്ട്. അതുപോലെ തന്നെ ഫോസ്ഫറസിൻ്റെ ലെവൽ റെഗുലേറ്റ് ചെയ്യാനും വിറ്റമിൻ ഡി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓവറോൾ ഹെൽത്തിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മിനറൽ തന്നെയാണ് ഫോസ്ഫറസും. ഇമ്മ്യൂൺ ഫങ്ഷൻസിനെ വിറ്റമിൻ ഡി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക്
ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കുറച്ചുകൂടി ബൂസ്റ്റ് ചെയ്യുന്നു. ബോഡിയുടെ ഇൻഫെക്ഷൻസിനെ അതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഫൈറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. മസിൽ ഫങ്ഷനിങ് ആണ് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻ. മസിൽസ് വളരെയധികം നന്നായിട്ട് സ്ട്രെങ്തൻ ചെയ്യാനായിട്ടും ഇമ്പ്രൂവ്മെൻറ്റ് ഓഫ് മസിൽ സ്ട്രെങ്ത്തിനും നമുക്ക് ഈ ഒരു വിറ്റമിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓൾഡർ പീപ്പിളൊക്കെ നമുക്ക് വയസ്സായ ആളുകളിലൊക്കെ പെട്ടെന്ന് നടക്കുമ്പോൾ വീഴാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ്. അതുകൊണ്ട് മസിൽ സ്ട്രെങ്ത്ത് കൂട്ടിയാൽ മാത്രമാണ് അവർക്ക് നല്ല രീതിയിലായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ മസിൽ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വിറ്റമിനാണ് വിറ്റമിൻ ഡി എന്ന് പറയുന്നത്. ഇനി ഈ മസിൽ സ്ട്രെങ്ത്തിന് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ വിറ്റമിൻ ഡി എന്ന് പറയുന്നത് എസെൻഷ്യൽ ആയിട്ടുള്ളൊരു വിറ്റമിൻ കൂടിയാണ്. കാരണം പല പല കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വിറ്റമിൻ ഡി ഇല്ലെങ്കിൽ സംഭവിക്കും. അപ്പോൾ അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വിറ്റമിൻ ഡി എന്ന് പറയുന്നതിൻ്റെ സോഴ്സ് സൺലൈറ്റ് ആണ്. അപ്പോൾ സൺലൈറ്റിൽ നിന്ന് കിട്ടുന്ന വിറ്റമിൻ ആയതുകൊണ്ട് ഇപ്പോൾ അത് നമുക്ക് കിട്ടാതെ വരുമ്പോൾ പലതരത്തിലുള്ള മൂഡ് സ്വിങ്സിലൊക്കെ കാരണമാവും. വിറ്റമിൻ ഡി എന്ന് പറയുന്നത് ഇപ്പോൾ കുറേ ആളുകളിൽ അത് ഡെഫിഷ്യൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കാരണം എന്ന് പറയുന്നത് കോവിഡിന് ശേഷം വിറ്റമിൻ ഡിയുടെ ലെവൽ കുറയുന്നുണ്ട്. കാരണം നമ്മൾ കോവിഡിൻ്റെ സമയത്തൊക്കെ കൂടുതലും വീടുകളിലായിരുന്നു. ആ സമയത്ത് നമുക്ക് സൺലൈറ്റ് എക്സ്പോഷർ കുറവായിരുന്നു. അതിന് ശേഷവുമാണെങ്കിലും നമ്മൾ സൺലൈറ്റുമായിട്ടുള്ള എക്സ്പോഷറിൻ്റെ സമയം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ സൺലൈറ്റാണ് വിറ്റമിൻ ഡിയുടെ മെയിൻ സോഴ്സ്. അതില്ലാതെ വരുമ്പോൾ പലതരത്തിലുള്ള അസുഖങ്ങൾക്ക് അത് കാരണമാവുന്നുണ്ട്. ഇപ്പോൾ വിറ്റമിൻ ഡി അല്ലെങ്കിൽ സൺലൈറ്റ് ശരിക്കും കിട്ടാതെ വരുമ്പോൾ മൂഡ് സ്വിങ്സിന് കാരണമാവാം, ഡിപ്രഷൻ പോലുള്ള അസുഖങ്ങൾക്ക് കാരണമാവാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഹെയർ ഫോൾ ഉണ്ടായിരിക്കാം. വിറ്റമിൻ ഡി എന്ന് പറയുന്നത് ക്ഷീണം, വിറ്റമിൻ ഡി ഇല്ല എന്നുണ്ടെങ്കിൽ ഡെഫിഷ്യൻസി കാരണം നമുക്ക് ഒരു റീസൺ ഇല്ലാതെ ക്ഷീണം പോലുള്ള അസുഖങ്ങൾക്കും കാരണമാവുന്നുണ്ട്. നമുക്കതിൻ്റെ സോഴ്സ് പറയുമ്പോൾ മെയിനായിട്ട് സൺലൈറ്റ് ആണ്. സൺലൈറ്റ് എക്സ്പോഷർ അതുപോലെ തന്നെ അതാണ് മെയിൻ ഫങ്ഷൻ. എന്നാൽ നമുക്ക് ഫുഡ് വഴി കിട്ടാനായിട്ടുള്ള വേറെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സോഴ്സസ് എന്ന് പറയുന്നത് ഫാറ്റി ഫിഷസ്, എഗ്ഗ്, ഫോർട്ടിഫൈഡ് ഫുഡ്, മിൽക്ക്, സിറിയൽസ് എന്നൊക്കെയാണ് മെയിനായിട്ട് വേറെ സോഴ്സായിട്ട് ആക്ട് ചെയ്യുന്നത്. ഡെഫിഷ്യൻസി നമ്മൾ പറഞ്ഞു, ചിൽഡ്രനിലാണെന്നുണ്ടെങ്കിൽ വീക്കനിങ് ഓഫ് ബോൺസ്, റിക്കറ്റ്സിന് കാരണമാവും. അഡൾട്ടിനാണെന്നുണ്ടെങ്കിൽ ഓസ്റ്റിയോമാൽഷിക്ക് കാരണമാവും. മസിൽ വീക്ക്നെസ്, ബോൺ വീക്ക്നെസ് ഒക്കെയാണ് മെയിനായിട്ട്. വീക്ക് ബോൺസ്, വീക്ക് മസിൽസ് ഒക്കെയാണ് ഇതിൻ്റെ ഡെഫിഷ്യൻസി വരുമ്പോഴുള്ള പ്രശ്നങ്ങൾ. വിറ്റമിൻ ഡി കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാൽഷ്യം എബ്സോർപ്ഷൻ വളരെ കൂടും, കാൽഷ്യത്തിൻ്റെ ലെവൽ കൂടും. അപ്പോൾ നമുക്ക് കിഡ്നി സ്റ്റോൺ പോലെയുള്ള ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഇങ്ങനെയൊക്കെയാണ് വിറ്റമിൻസിന് കിട്ടുന്നത്. മെയിൻ സോഴ്സ് സൺലൈറ്റ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സാൽമൺ പോലുള്ള ഫിഷസ്, അതുപോലെ തന്നെ എഗ്ഗ്, ഡയറി പ്രൊഡക്റ്റുകൾ, മിൽക്ക്, മഷ്റൂം പോലുള്ള പ്രൊഡക്റ്റുകളൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വിറ്റമിൻ ഡിയുടെ സോഴ്സായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ റിക്കറ്റ്സ് എന്ന് പറയുന്നത്. അതായത് കുട്ടികളിൽ കാൽഷ്യം എബ്സോർപ്ഷൻ കറക്റ്റായിട്ട് നടക്കാതെ വരുമ്പോൾ, വിറ്റമിൻ ഡി ഇല്ലാതെ വരുമ്പോൾ കാൽഷ്യം എബ്സോർപ്ഷൻ നടക്കില്ല. ബോൺസ് വീക്കനിങ് ചെയ്ത് എല്ലുന്തിയ അവസ്ഥ എന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതിനെയാണ് നമ്മൾ റിക്കറ്റ്സ് എന്ന് പറയുന്നത്. അഡൾട്ടിലാണെങ്കിൽ അതിനെ ഓസ്റ്റിയോമാൽഷ്യ എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് വിറ്റമിൻ ഇ എന്ന് പറയുന്നത്. വിറ്റമിൻ ഇ എന്ന് പറയുന്നതിൻ്റെ വേറൊരു പേരാണ് ടോക്കോഫിറോൾ എന്ന് പറയുന്നത്. വിറ്റമിൻ ഇ എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് മെയിനായിട്ട് സെല്ലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആളുകൾ. അപ്പോൾ നമുക്ക് സെല്ലിന് ഡാമേജ് ഉണ്ടാക്കുന്ന ഒരുപാട് സബ്സ്റ്റൻസ് നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ തന്നെ ഫോം ചെയ്യുന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പുറത്തു നിന്നും വരുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഫ്രീ റാഡിക്കൽസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതായത് ഹാംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആയിട്ടുള്ള ഫ്രീ റാഡിക്കൽസിനെ ഡാമേജ് ചെയ്തുകൊണ്ട് അവരെ നമ്മുടെ സെല്ലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് വിളിക്കുന്നത്. ഹാംഫുൾ സബ്സ്റ്റൻസ് ആയിട്ടുള്ള ഫ്രീ റാഡിക്കൽസ് ഉണ്ടാക്കുന്ന ഡാമേജിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആളുകളാണ് ആൻറ്റി ഓക്സിഡൻസ്. വിറ്റമിൻ ഇ ഒരു ആൻറ്റി ഓക്സിഡൻസ് ആണ്. അപ്പോൾ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് സെൽ മെമ്പറൈൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, സെല്ല് ഡാമേജിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് സെൽ ഡാമേജിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏജിങ് ഒക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതായത് പെട്ടെന്ന് നമുക്ക് പ്രായമാവുന്നത് കുറയ്ക്കാനായിട്ട് പറ്റും. വിറ്റമിൻ ഇ എടുത്തു കഴിഞ്ഞാൽ സെല്ലിനെ കുറച്ചുകൂടി നമുക്ക് യങ് ആയിട്ട് കൊണ്ട് നടക്കാനായിട്ട് പറ്റും. ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, ഹാർട്ട് ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടിയിൽ പറയാനുള്ളത്. ഇമ്മ്യൂൺ ഫങ്ഷൻസ് ഇവർ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇൻഫെക്ഷൻസും ഇൽനെസ്സൊക്കെ വരുമ്പോൾ ബോഡി ഫൈറ്റ് ചെയ്യാനായിട്ടും ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്കിന്നിൻ്റെ ഹെൽത്തിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വിറ്റമിൻ ഇ ടാബ്ലറ്റ്സ് ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സ്കിന്നിലെ വ്രിങ്കിൾസ് പോലുള്ള മാർക്കുകൾ, അതുപോലെ തന്നെ ഈ ഇൻഫ്ലമേഷൻസ് നമുക്ക് അങ്ങനെയുള്ളതൊക്കെ റിഡ്യൂസ് ചെയ്യാനായിട്ടും ഹീലിംഗ് പെട്ടെന്ന് നടക്കാനായിട്ട്, മുഖത്തൊക്കെ എന്തെങ്കിലും പാടുകളൊക്കെ അങ്ങനെയുള്ള ആക്നി മാർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി റിഡ്യൂസ് ചെയ്യാനായിട്ട് ഹീലിംഗ് പ്രോസസ്സിന് കുറച്ചുകൂടി നമുക്ക് വിറ്റമിൻ ഇ ഉപയോഗിക്കാറുണ്ട്.
ഐൻ്റെ ഹെൽത്തിനും ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള വിഷൻ പ്രോബ്ലംസ്, കാറ്ററാക്ട്, തിമിരം പോലുള്ള അസുഖങ്ങൾക്കൊക്കെ വിറ്റമിൻ ഇയെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് നട്ട്സാണ്. ആൽമണ്ട്, സീഡ്സ്, അങ്ങനെയുള്ള നട്ട്സും പിന്നെ സ്പിനച്ച്, ബ്രക്കോളി പോലുള്ള ഇതൊക്കെ വെജിറ്റബിൾസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സോഴ്സായിട്ട് വെജിറ്റബിൾ ഓയിൽസ്, സൺഫ്ലവർ ഓയിൽ, ഒലിവ് ഓയിലൊക്കെ സോഴ്സായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. വിറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് മെയിനായിട്ട് നെർവ് ആൻഡ് മസിൽ ഡാമേജ് ആണ്. റെയർ ആയിട്ടാണ് ഈ ഡെഫിഷ്യൻസി ഉണ്ടാവുള്ളൂ. നെർവ് ഡാമേജും മസിൽ ഡാമേജും ആണ്. കോർഡിനേഷൻ പ്രോബ്ലംസ്, അതായത് നെർവ് ഡാമേജ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് നിൽക്കേണ്ട സ്ഥലത്ത് നിൽക്കാൻ പറ്റാതെ വരിക, ഒരു കോർഡിനേഷൻ പ്രോബ്ലംസ് ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവും. ടോക്സിസിറ്റിയും വളരെ റെയർ ആയിട്ട് കാണുന്നതാണ്, അൺകോമൺ ആണ്. മെയിനായിട്ട് ക്ലോട്ടിങ്ങിനെ, അതുപോലെ തന്നെ ബ്ലീഡിങ്ങിൻ്റെ റിസ്ക് ഓഫ് ബ്ലീഡിങ് ഇൻക്രീസ് ചെയ്യുന്നു, ക്ലോട്ടിങ്ങിനെ ഇൻ്റർഫിയർ ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ടോക്സിസിറ്റി. അതായത് ബ്ലഡ് ശരിക്കും ക്ലോട്ട് ചെയ്യാതെ വരുന്നുള്ളൊരു അവസ്ഥയാണ് ഇത്. വിറ്റമിൻ ഇ കൂടിക്കഴിഞ്ഞാലുള്ളൊരു പ്രശ്നം. വിറ്റമിൻ ഇയുടെ സോഴ്സ് നമ്മൾ പറഞ്ഞു, ആൽമണ്ട്, അതുപോലെ തന്നെ വെജിറ്റബിൾസ്, ബ്രക്കോളി പോലുള്ള വെജിറ്റബിൾസ്, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു എഗ്ഗ് പോലുള്ള സോഴ്സസുകൾ, അങ്ങനെയുള്ളതൊക്കെയാണ് നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. വെജിറ്റബിൾ ഓയിൽസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. വിറ്റമിൻ ഇ ഡെഫിഷ്യൻസി സ്റ്റൊമക്ക് പ്രോബ്ലം, ഹെയർ ലോസ്, വോക്കിംഗ് ഡിഫിക്കൽട്ടീസ്, മസിൽ വീക്കനിങ്, അതുപോലെ തന്നെ സെക്സ് ഡ്രൈവുകൾ കുറയാനുള്ള ചാൻസസ് ഉണ്ട്, വിഷൻ ലോസസിനൊക്കെ കാരണമാവുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ ലാസ്റ്റ് ഫാറ്റ് സോലബിൾ വിറ്റമിനിൽ പറയുന്നതാണ് വിറ്റമിൻ കെ എന്ന് പറയുന്നത്. വിറ്റമിൻ കെക്ക് പറയുന്ന വേറൊരു പേരാണ് ഫിലോക്വിനോൺ. ഫിലോക്വിനോൺ എന്ന് പറയുന്ന വിറ്റമിൻ കെ എന്ന് പറയുന്നത് ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിറ്റമിനാണ്. ബോണിൻ്റെ ഹെൽത്തിനും ബ്ലഡ് ക്ലോട്ടിങ്ങിനും കീ റോളാണ് വിറ്റമിൻ കെ ചെയ്യുന്നത്. ബ്ലഡ് ക്ലോട്ടിങ്ങിന് വിറ്റമിൻ കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലഡ് കൃത്യസമയത്ത് ക്ലോട്ട് ഫോർമേഷൻ നടക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസിനൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് ഈ വിറ്റമിൻ കെ കറക്റ്റ് റിക്വയർമെൻറ്റ് എമൗണ്ടിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മുറിവിൽ നിന്നും ബ്ലഡിങ്ങിൻ്റെ ആ ഒരു ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാത്തൊരവസ്ഥ വരുന്നുണ്ട്. എക്സസീവ് ബ്ലീഡിങ്ങിലേക്ക് അത് നയിക്കും. വിറ്റമിൻ കെ ഇല്ല എന്നുണ്ടെങ്കിൽ എക്സസീവ് ബ്ലീഡിങ് ആയിരിക്കും. ആ ഒരു ബ്ലഡിൻ്റെ ക്ലോട്ട് ഫോർമേഷൻ കറക്റ്റായിട്ട് നടക്കില്ല. ബോൺ ഹെൽത്തിന് വിറ്റമിൻ കെ ഇമ്പോർട്ടൻ്റ് ആണ്. ബോൺ സ്ട്രെങ്തനിങ്ങിന് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ കാൽഷ്യം ബൈൻഡ് ചെയ്യാനുള്ള പ്രോട്ടീൻസിനെ ആക്ടിവേറ്റ് ആക്കുന്നുണ്ട് വിറ്റമിൻ കെ. അതായത് ബോൺസിൽ കാൽഷ്യം ഉണ്ട്. ഈ കാൽഷ്യത്തിനെ ബൈൻഡ് ചെയ്ത് നിർത്താനുള്ള പ്രോട്ടീൻസിനെ ആക്ടിവേഷൻ നടത്താനായിട്ട് വിറ്റമിൻ കെക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ഇവിടെ സോഴ്സ് എന്ന് പറയുന്നത് ഗ്രീൻ വെജിറ്റബിൾസ്, സ്പിനച്ച്, ബ്രക്കോളി, അതുപോലെ തന്നെ അതർ ഫുഡ് ലൈക്ക് എഗ്ഗ്, മീറ്റ്, ചീസൊക്കെയാണ് ഇവരുടെ സോഴ്സായിട്ട് ആക്ട് ചെയ്യുന്നത്. ഡെഫിഷ്യൻസി എന്തായാലും നമുക്ക് അറിയാം, ബ്ലീഡിങ് പ്രോബ്ലംസ് ആണ്. ബ്ലീഡിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ക്ലോട്ട് ഫോർമേഷൻ നടക്കണില്ല, ബ്ലീഡിങ് പ്രോബ്ലംസ് ഉണ്ടാവുന്നു, ക്ലോട്ട് പ്രോപ്പറായിട്ട് ഫോം ചെയ്യുന്നില്ല, ബോൺസ് വീക്കനിങ് നടക്കുന്നു എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നമായിട്ട് പറയുന്നത്. ന്യൂ ബോൺസിൽ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു വിറ്റമിൻ കെ എന്ന് പറയുന്നത് ന്യൂ ബോൺസിന് നമ്മൾ ആഫ്റ്റർ ബർത്ത് ഒരു വിറ്റമിൻ കെ ഷോട്ട് കൊടുക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ബ്ലീഡിങ് നടന്നില്ലെങ്കിൽ കുട്ടിക്ക് ന്യൂ ബോൺ ബേബിക്ക് മരണം വരെ സംഭവിക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ഈ ഒരു ബ്ലീഡിങ് പ്രോബ്ലംസ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ വിറ്റമിൻ കെ കുത്തിവെക്കും. പിന്നെ പറയുന്നതാണ് ടോക്സിസിറ്റി എന്ന് പറയുന്നത് വിറ്റമിൻ കെയുടെ ടോക്സിസിറ്റി റെയർ ആണ്. കാരണം വിറ്റമിൻ കെ ഹൈ ലെവലിലായെന്നുണ്ടെങ്കിൽ നമ്മൾ യൂറിൻ വഴിയോ വേറെ ഏതെങ്കിലും രീതിയിലോ എക്സ്ക്രീറ്റ് ചെയ്ത് പുറത്തേക്ക് കളയാറുണ്ട്. അതുകൊണ്ട് തന്നെ വിറ്റമിൻ കെയുടെ ടോക്സിസിറ്റി കുറവാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫാറ്റ് സൊല്യൂബിൾ ആയിട്ടുള്ള വിറ്റമിൻസിൽ പറയാനുള്ളത്. വിറ്റമിൻ എ, വിറ്റമിൻ ഡി, വിറ്റമിൻ ഇ ആൻഡ് വിറ്റമിൻ കെ. എ, ഡി, ഇ, കെ 4 വിറ്റമിൻസ്. ഫാറ്റ് സൊല്യൂബിൾ വിറ്റമിൻസ് എവിടെ നിന്നൊക്കെയാണ്, എന്തൊക്കെയാണ് അതിൻ്റെ ഫങ്ഷൻസ്, അതിൻ്റെ സോഴ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ഡെഫിഷ്യൻസി ആൻഡ് ടോക്സിസിറ്റീനെ പറ്റി നമ്മൾ പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അതിൽ പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ള വിറ്റമിൻസ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫാറ്റ് സൊല്യൂബിൾ വിറ്റമിൻസിൽ പറയാനുള്ളത്. താങ്ക് യു.